നമസ്കാരം സുഹൃത്തുക്കളെ, സുഖം എല്ലാവർക്കും. ജാൻമണിയാണ് നമ്മുടെ വിഷയം കേട്ടോ. ജാൻമണി ഓർക്കുമ്പോൾ എന്താ ചിരി വരും, പാവം തോന്നും. പക്ഷെ എനിക്ക് ഇഷ്ടമൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള കുറേ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അതായത് നാദിറ സൂപ്പർ അടിപൊളിയാണ്, പൊളി. എന്താ വെച്ചാൽ നിലപാട് നമ്മളെപ്പോലെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ട്രാൻസ്ജെൻഡർ, അങ്ങനത്തെ 2-3 പേരെ എനിക്കറിയാം. പേഴ്സണലല്ല, അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു ജാൻമണി ഇൻ്റർവ്യൂവിൽ ഞാൻ കെട്ടി എൻ്റെ കണ്ണു മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അടിക്കും എൻ്റെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞൊക്കെ എണീറ്റ് പോയായിരുന്നു. പിന്നെ ആ പോക്ക് പോയതാണ്. ഇപ്പോൾ ദാ ഇങ്ങനെ ഇരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ അമ്മയെ പറഞ്ഞു, അമ്മയെ അപമാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നരേന്ദ്രമോദി വിമർശനാതീതമാണെന്നല്ല, അദ്ദേഹത്തെ വിമർശിക്കാൻ നമുക്ക് എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സും വിമർശനത്തിന് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അവർ നെഹ്റുവിനെ വിമർശിക്കുന്നൊരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രനാഥ് മോദി, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ആണ്. അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അമ്മയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ ഈ സംഘപരിവാർ ഹാൻഡിലുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. ഈ മോണിറ്റൈസേഷൻ വന്ന സമയത്ത്, ഇതൊരു നോട്ട് നിരോധനം വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അമ്മയെ കൊണ്ട് ഇറങ്ങിയിരുന്നു. എങ്ങോട്ട് ഇറങ്ങിയിരുന്നു? ബാങ്കിൻ്റെ മുന്നിൽ ക്യൂ നിർത്താൻ. അത് ആ കൊട്ട വെയിലത്ത് ഇറങ്ങിയിരുന്നു. എന്തേ നിങ്ങൾക്ക് ആർക്കും അപ്പം അമ്മയെ വേദനിപ്പിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബോധം ബുദ്ധി ഇല്ലായിരുന്നോ? അതെന്ത് ഗിമ്മിക്കായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ രാഷ്ട്രീയക്കാർക്ക്, പ്രത്യേകിച്ച് MLA-മാർ, MP-മാർ, മന്ത്രിമാർക്ക് അവരുടെ വണ്ടിക്കൊക്കെ പെട്രോള്, അതുപോലെ കറണ്ട് ബില്ലൊക്കെ ഫ്രീ ആണ്. അവരുടെ വീട് താമസിക്കുന്ന വീട് കിട്ടും. കുടുംബങ്ങളല്ല, അവർക്ക് നൽകിയ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്ക് 2000 അന്ന് ഇറങ്ങാൻ നിൽക്കുന്ന 2000, 500, 1000 ഇതൊന്നും അവർക്ക് കിട്ടില്ലായിരുന്നോ? ഈസി ഇങ്ങനെ കിട്ടുമായിരുന്നു, ഇല്ലേ? കിട്ടുമായിരുന്നു. എന്നിട്ട് അത് തൻ്റെ അമ്മ കൊണ്ടു കൊടുക്കാനുള്ള ഒരു ബോധമില്ലാത്ത ആളായിരുന്നോ നരേന്ദ്രമോദി? അല്ല. അദ്ദേഹം രാഷ്ട്രീയ നാടകം കളിച്ചവിടെ. സ്വന്തം അമ്മയെ, വയ്യാത്ത അമ്മയെ എടുത്തു കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അതും കുറേ പൊട്ടന്മാർ വിശ്വസിച്ചു. അതാണോ അമ്മ സ്നേഹം? അമ്മയെക്കാളും കൂടുതൽ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നത് അതാണോ? എന്ത് കോപ്പിലെ കാണിക്കലാണത്? അതൊന്നും അവിടെ അങ്ങനെയൊന്നല്ല രാജ്യസ്നേഹം കാണിക്കൽ. അത് കണ്ണിൽ പൊടിയിടുന്ന രാജ്യസ്നേഹമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഈ ജാൻമണിക്ക് പിറകെ അമ്മയെ പറഞ്ഞു എന്ന് പറഞ്ഞങ്ങാണ് നടക്കുമ്പോൾ, നിങ്ങൾ ഈ ഇത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വാ തുറക്കുന്നത്? ആ വ്യക്തി അമ്മയോട് സ്നേഹിച്ചിരുന്നോ ഇല്ലയോ നിങ്ങളൊന്ന് ആലോചിക്കുക. അത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? സ്വന്തം അമ്മയെ നട്ട വെയിലത്ത് ക്യൂ നിർത്തിയ ആരൊന്നും പറയില്ലായിരുന്നു. കാരണം അമ്മയാണ്. അമ്മയ്ക്ക് കുറച്ച് പൈസ അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും പറയില്ലായിരുന്നു നിങ്ങൾ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി, ആരും പറയും. അത് അമ്മയാണ്, അത് അത്രയും വയസ്സായ അമ്മയാണ്, മനസ്സിലായില്ലേ? പിന്നെ എല്ലായിടത്തും കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കാര്യം ജാൻമണി പറഞ്ഞത്. ഇതിനേക്കാട്ടിലും വലിയ പ്രശ്നം നമ്മുടെ TG മോഹൻദാസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ TG മോഹൻദാസ്? ആരറിയില്ലേ? എന്താ പറഞ്ഞത്? ഞാനായിരുന്നെങ്കിൽ ഞാൻ കർഫ്യൂ പ്രഖ്യാപിച്ച് എല്ലാത്തിനെയും വെടിവെക്കുമായിരുന്നു, കൊന്നുകളയുമായിരുന്നു. കുറച്ചെണ്ണം ചാകും, കുറച്ചെണ്ണം കയ്യോ കാലോ പോകും, കുറേ ചിതറിയോടും, പരിക്ക് പറ്റും, ബാക്കിയുള്ളതിനെ കൂട്ടിയിട്ട് കത്തിക്കും. അതാണ് ഏറ്റവും വലിയ ഭീകരമായ സ്റ്റേറ്റ്മെൻറ്റ്. അല്ല, ജാൻമണി പറഞ്ഞു എന്നല്ല വലിയ ഭീകരമായ സ്റ്റേറ്റ്മെൻറ്റ്. അയാളുടെ കയ്യിൽ വല്ല പവറും കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്തായിരിക്കും ചെയ്യുക ഇവിടെ? അയാൾക്കൊന്നും കൊടുക്കാതെയും കിട്ടാതിരിക്കട്ടെ. അതിനെതിരെ CJP-യിൽ ചേർന്ന് നിൽക്കുന്നത് ഇവിടെ നിന്നുള്ള ആൾക്കാർക്കും കൊടുക്കുക. എല്ലാവരും പോയി എല്ലാ സംസ്ഥാനത്തും കേസ് കൊടുക്കുക. ഇങ്ങോട്ട് അങ്ങനെ കാട്ടി അങ്ങോട്ട് വല്ല മാപ്പ് പറഞ്ഞൊന്നും വരില്ലേ? നട്ടലില്ലേ? ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആയാലും പുറത്ത് നട്ടലില്ലേ? അപ്പം നിങ്ങളും അങ്ങനെ കേസ് കൊടുക്കി അയാൾക്കെതിരെ. എത്രത്തോളം അത് ഏൽക്കുമെന്ന് നമുക്കറിയില്ല, കാരണം അവരുടെ ആൾക്കാരായിരിക്കും. പക്ഷെ നടത്തിക്കാനാണ് ഈ ജാൻമണി എന്ന് പറഞ്ഞ വ്യക്തിയെ നടത്തിക്കാനാണ് ഒരു തീരുമാനം, അല്ലാതെ ശിക്ഷിക്കാനൊന്നല്ല. നടത്തിക്കുക, എല്ലായിടത്തും ഇങ്ങനെ നടത്തിക്കുക, മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങളും നടത്തിക്കുക. അത് ഏറ്റവും ക്രൂരമായ സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. എന്നിട്ട് അയാൾ ഈസിയായിട്ട് നടക്കുന്നതാക്കുന്നത്. നമ്മളെ ഗവൺമെൻറ് ശിക്ഷിക്കുമോ? ശിക്ഷിക്കും, ഉണ്ട, മനസ്സിലായില്ലേ? അത് നോക്കിയിരുന്നോളി. ഇവരൊക്കെ പാടെ തൂഫാൻ എന്ന് പറഞ്ഞങ്ങാണ്ട് പിറകെ നടക്കുകയാണ്. ഈ തൂഫാൻ ഇറങ്ങിയതിന് ശേഷം അതല്ലാത്ത എത്ര കേസുകൾ ഹൈലൈറ്റ് ആയി വന്നിക്കണോ? ഹൻസിബന്റെ കേസ് എന്തെങ്കിലും ആയോ? ഒരു തൂഫാനും മടക്കല്ലേ? എന്തെങ്കിലും നടന്നോ? ഇല്ല. ആ ഹൻസിബന്റെ പിറകെ എത്ര കേസ് വന്നു? എന്തെങ്കിലും നടന്നോ? നടക്കുന്നുണ്ടോ? അറിയുന്നുണ്ടോ? വെറുമൊരു തൂഫാൻ.
ഇപ്പം എല്ലാവരും തൂഫാൻ ഈ 5 കൊല്ലം ഇവർ തൂഫാൻ കൊണ്ടിരിക്കും മിക്കവാറും. വേറൊരു തേയും കൊണ്ട് നടക്കൂല. മനസ്സിലായില്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട കേസുകളൊക്കെ ഒരു തൂഫാനൊരു മരയാക്കി വെച്ചിങ്ങണ്ടതിൽ അത് സില്ലിയാക്കി വിടുന്നുണ്ട്. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് അൻസീബാൻ്റെ കേസ്. അതിന് ശേഷം വേറെയും 2-3 കേസുകൾ ഞാൻ ഓർമ്മയില്ല വന്നിട്ടുണ്ട്. പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഇത് ഡിലേ ആകും, ഇതിങ്ങനെ ലാഗാകും. ഞാൻ നോക്കിയിട്ട് പറഞ്ഞതിൻ്റെ കേട്ടോ. തൂഫാൻ വലിയ പരാജയം എന്നല്ല ഞാൻ ഈ പറയണത്, പക്ഷെ തൂഫാൻ ഒരു മറയായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യുക, കേസ് കൊടുക്കുക. TG സാറിനെതിരെ കേസ് കൊടുക്കുക. അദ്ദേഹം പണ്ട് ഇത് പറഞ്ഞാൽ ഇന്ന എന്താക്കും എനിക്കറിയാം, എന്നാലും പറയണം. പണ്ടൊരിതിൽ അമേരിക്ക ഇസ്രായേൽ അങ്ങ് പോകും, രാത്രി പോയി തകർത്തങ്ങ് പോരും ഇറാനെ എന്ന് പറഞ്ഞൊരു ഡയലോഗ് അടിച്ചിരുന്നു. അത്രേ ഉള്ളൂ ഇറാനെന്ന്. ഇറാനൊക്കെ വെറും വർത്താനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ മനുഷ്യനാ അല്ലേ? അവിടെ പോയി കമന്റിട്ടാളാ ഞാൻ തേങ്ങയാണെന്ന് പറഞ്ഞ് കുറേ ഇന്നെ ചീത്തറിഞ്ഞ് ഞാൻ മിണ്ടാണ്ടിരുന്ന്. ഒരു രാജ്യവും ചെറുതല്ല, ചെറിയ രാജ്യമൊന്നും ചെറിയ രാജ്യങ്ങൾ ദുർബലരുമല്ല. അതാദ്യം മനസ്സിലാക്കണം. ഇതിലിപ്പോൾ പോയിട്ടോ തുറന്നു കിടന്ന ഹോർമോസ് അടച്ച് ആ ഹോർമോസ് തുറക്കാൻ വേണ്ടി യുദ്ധം. കിളി വേറെ കുറേ ആൾക്കാർ. എന്തായാലും നിങ്ങളും അങ്ങനെ ചെയ്യും. കേസ് കൊടുക്കുക അവരുണ്ടെങ്കിൽ നിങ്ങളും കേസ് കൊടുക്കുക. അവരും ഇത് ഒരാളെ കേരളത്തിൽ ഒരാളാണെങ്കിൽ കേരളത്തിൽ മാത്രമേ കേസ് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ ഇത് CJP-ക്കാർക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. CJP-യിലെ എല്ലാ സംസ്ഥാനത്തെ ആളുകളും വന്നിട്ടുണ്ട്. അറഞ്ചം പുറഞ്ചും പോയി കേസ് കൊടുക്കാൻ വേണ്ടി പറയാം. ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ അതിനൊക്കെ. അല്ലാതെ കിടന്ന് ഞാൻ എൻ്റെ ശബ്ദം ഇങ്ങനെ, എനിക്ക് മലയാളം അറിയില്ല, അതിങ്ങനെ ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെന്തൊക്കെ വരും അല്ലെങ്കിൽ ഇന്നാരൊക്കെ എന്തൊക്കെ പറയും എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളിത് പറയണമല്ലോ. എന്തായാലും കമൻറ്റിൽ വന്ന് പറയുന്നതിൻ്റെ അത്രയൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. പക്ഷെ എന്നാലും പറയും. അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് ഒരു പൗരന് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ശരി, ഓക്കെ എന്നാൽ.